ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2024 ഡിസംബർ എന്ന് പറയുമ്പം കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ മാസമായിരുന്നു. ആ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വണ്ടികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ നമുക്കിതിന് മുകളിലോട്ട് പോകുന്നതോറും കാണാം. ഏതായാലും നമ്പർ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 10,752 വാഹനങ്ങൾ സെയിൽസ് ആണ് ലഭിച്ചത്. നമ്മളിപ്പോൾ ഇതിനെ മന്ത് ഓൺ മന്തിലല്ല ഇയർ ഓൺ ഇയറിലാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ എന്നാലും മന്ത് ഓൺ മന്ത് ബേസിസിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സെയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വണ്ടിയുടെ സെയിൽ 14,000 15,000 ആ റേഞ്ച് വരെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇതിപ്പം ഒരു വർഷത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ട് തന്നെ കമ്പനികളൊക്കെ കുറച്ച് പ്രൊഡക്ഷൻ കുറയ്ക്കും എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. എന്തായാലും ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 ഡിസംബറിൽ ഇതിന് 9,692 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1,060 വാഹനങ്ങളുടെ വ്യത്യാസവും 10.94% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് പെർസെൻറ്റേജ് ആണെന്ന് പറയാം. ഈ ലിസ്റ്റിൽ ഇപ്പം ഭയങ്കര ഹൈ പൊസിഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വണ്ടിക്ക് നഷ്ടം വന്നിട്ടില്ല. ഈ ലിസ്റ്റിൽ ആക്ച്വലി മന്ത് ഓൺ മന്ത് അല്ലാതെ ഇയർ ഓൺ ഇയറിൽ എടുക്കുകയാണെങ്കിൽ നഷ്ടം വന്നിട്ടുള്ള ഒരേ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും. മന്ത് ഓൺ മന്ത് എടുക്കുകയാണെങ്കിൽ മിക്ക കമ്പനികൾക്കും നഷ്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇയർ ഓൺ ഇയർ കമ്പാരിസൺ നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഇക്കോ ആണ്. ഈ വണ്ടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു കഴിഞ്ഞ 1-2 മാസമൊക്കെ ആയിട്ട്. പക്ഷേ എന്തായാലും ഡിസംബറിൽ പിന്നെയും തിരിച്ച് കയറിയിട്ടുണ്ട്. 11,678 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. ആക്ച്വലി വണ്ടിയുടെ സെയിൽ കുറവായിട്ടല്ല ഇത് ടോപ്പ് 10 ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോയത്. ബാക്കി വണ്ടികളുടെ സെയിൽ കുറച്ചധികം മുകളിലേക്ക് പോയിട്ടാണ്. കാരണം നമുക്ക് കഴിഞ്ഞ 2-3 മാസത്തേക്ക് കണക്കെടുക്കുകയാണെങ്കിൽ 12,000 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള വണ്ടികൾ തന്നെയാണ് 10th പൊസിഷനിലൊക്കെ നിന്നിരുന്നത്. കഴിഞ്ഞ മാസം വണ്ടികളുടെ സെയിൽ കമ്പാരിറ്റീവ്ലി ഇത്തിരി താഴത്തോട്ട് പോയതുകൊണ്ടാണ് ഈ 10,000-11,000 ആ റേഞ്ചിലുള്ള വണ്ടികളൊക്കെ കയറി വന്നത്. എന്തായാലും 11,678 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. അതൊട്ടും മോശം സെയിലല്ല. ഡിസംബർ 2023 10,034 വാഹനങ്ങൾ സെയിൽ ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ കമ്പയർ ചെയ്യുമ്പോൾ 1,644 വാഹനങ്ങളുടെ വ്യത്യാസവും 16.38% ഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. എഗൈൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ്. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ ഈ മാർക്കറ്റ് തന്നെ മൊത്തത്തിൽ ഡിസ്റ്റർബ് ചെയ്തൊരു വാഹനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസ്. സ്കോർപിയോനും ക്ലാസിക്കും ഇതിനകത്ത് കമ്പൈൻഡ് സെയിലാണ് അവർ പറയുന്നത്. കഴിഞ്ഞ മാസം ഇയർ എൻഡ് ആയിട്ട് പോലും 12,195 വാഹനങ്ങൾ സെയിൽ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ഹയസ്റ്റ് സെയിലൊന്നും അല്ല. ഹയസ്റ്റ് സെയിൽ ഇതിന് 15,000 വരെയൊക്കെ സെയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് മന്ത് ഓൺ മന്ത് ബേസിൽ കഴിഞ്ഞ 2-3 മാസത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിൽ കഴിഞ്ഞ മാസം ഒരു ഇത്തിരി കുറഞ്ഞു എന്ന് പറയും. പക്ഷെ എന്നാലും ഡിസംബർ 2024 അല്ലെങ്കിൽ ഡിസംബർ മാസത്തെ സെയിൽ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം 2023 ഡിസംബറിൽ 11,355 സെയിലാണ് ഇതിന് ലഭിച്ചിരുന്നത്. എന്ന് വെച്ചാൽ 840 വാഹനങ്ങളുടെ വ്യത്യാസം 7.4% ഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിന് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിട്ടുണ്ട്. ഇതാണ് മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റിൽ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ചില മാസങ്ങളിലൊക്കെ നമ്പർ 1 പൊസിഷനിൽ നിന്നിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ മിക്ക മാസങ്ങളിലും ടോപ്പ് 5 നിൽക്കാറുള്ള വണ്ടിയും കൂടിയായിരുന്നു. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം ഇത്തിരി താഴത്തോട്ട് വന്നു. നമ്മുടെ ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം 12,608 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ സെയിൽ വളരെ കുറവായിരുന്നു. 9,243 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 3,365 വാഹനങ്ങളുടെയാണ്. അതുപോലെ ഗ്രോത്ത് പെർസെൻറ്റേജും 36.41% ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് 2024 ഫേസ് ലിഫ്റ്റ് ക്രെറ്റ കിട്ടിയത്. എന്തായാലും 36.41% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് റേറ്റ്. നമ്മൾ ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹ്യുണ്ടായുടെ ക്രെറ്റ. പിന്നെ നമ്മൾ ഈ മിഡ് സൈസ് അല്ലെങ്കിൽ അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടിയും കൂടിയാണ് ക്രെറ്റ. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. നെക്സോൺ EV, CNG, പെട്രോൾ, ഡീസൽ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് പവർ ട്രെയിൻ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ മാസം 13,536 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2023 ഡിസംബറിൽ 15,284 വാഹനങ്ങൾ സെയിൽസിന് ലഭിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ 1,748 വാഹനങ്ങളുടെ വ്യത്യാസവും 11.44% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ലിസ്റ്റിലാകെ ഒരേ ഒരു വാഹനത്തിന് മാത്രമേ ഇയർ ഓൺ ഇയറിൽ ഡീഗ്രോത്ത് വന്നിട്ടുള്ളൂ. അത് നമ്മുടെ നെക്സോൺ ആണ്. പക്ഷേ അതങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം 2024 തുടങ്ങിയപ്പോൾ തൊട്ട് പഞ്ചായിരുന്നു ടാറ്റയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. നെക്സോൺ അവർ ചെറുതായിട്ടൊന്ന് സൈഡാക്കിയിട്ട് 10,000-12,000 ഇടയിലായിരുന്നു ഇതിന് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 13,500 ആ ഒരു റേഞ്ച് എന്ന് പറയുമ്പം ഒട്ടും മോശം സെയിലല്ല. കാരണം അതിന് മുന്നേ 12,000 റേഞ്ചിൽ ആവറേജ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ടാറ്റയുടെ ഇപ്പോഴത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായ പഞ്ചിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് 5th പൊസിഷനിൽ ഇരിക്കുന്ന വാഹനം. ഇതിന് കഴിഞ്ഞ മാസം 15,073 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ്. ഡിസംബർ 2023 13,787 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1,286 വാഹനങ്ങളുടെ വ്യത്യാസവും 9.33% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. എഗൈൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണ്. അങ്ങനെ ഭയങ്കര ഹൈ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സഫീഷ്യൻ്റ് ആണ്.
പിന്നെ കഴിഞ്ഞ വർഷത്തെ ചില മാസങ്ങളിലൊക്കെ പഞ്ചായിരുന്നു ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. 18,000 19,000 ആ റേഞ്ചിലേക്കൊക്കെ ഇതിൻ്റെ സെയിൽ പോയതാണ്. ഇപ്പോൾ പക്ഷേ 15,000 റേഞ്ചിലേക്ക് വന്നു എന്ന് മാത്രം. വീണ്ടും 2025 സെയിൽ കൂടും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, 2024 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഒരു മാസത്തെ കണക്കിലല്ല, 2024 ഫുള്ള് ബെസ്റ്റ് സെല്ലിംഗ് വാഹനം അത് മാരുതിയുടെ വണ്ടിയൊന്നുമല്ല, നമ്മുടെ പഞ്ചാണ്. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, ഏതൊക്കെ വണ്ടികളാണെന്നുള്ളത്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ പഞ്ചിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി അടുത്തായി 4th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ലിസ്റ്റിലെ വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. എർട്ടിഗ ഇപ്പോൾ കുറേ കാലമായിട്ട് അത്യാവശ്യം നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ഒരു മാസം ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം എർട്ടിഗയായി മാറിയായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷേ എന്തായാലും സംഭവിച്ചു. കൂടുതലും ടാക്സി ഫ്ലീറ്റിനൊക്കെയാണ് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 16,056 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2023 ഡിസംബറിൽ 12,975 വാഹനങ്ങൾ സെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 3,081 വാഹനങ്ങളുടെ വ്യത്യാസവും 23.75% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് റേറ്റൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ് എന്ന് പറയും. എഗെയിൻ ഈ ലിസ്റ്റിൽ ഭയങ്കര ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വേറെ നല്ല ഗ്രോത്ത് റേറ്റ് ലഭിച്ചിട്ടുള്ള വണ്ടികളുണ്ട്. പക്ഷേ എന്നാലും ഒട്ടും മോശമല്ല. സെയിലിൻ്റെ കാര്യത്തിൽ 16,000 റേഞ്ച് ഒരു MPV, അതൊരു പ്രോപ്പർ MPV SUV ആയിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യാത്ത വണ്ടിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എർട്ടിഗ ഇപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ പുതിയ 5-സ്റ്റാർ ഗ്ലോബൽ NCAP സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഡിസയറാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 16,573 വണ്ടികളുടെ സെയിൽ ലഭിച്ചിട്ടുണ്ട്. ഡിസംബർ 2023 14,012 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 2,561 വാഹനങ്ങളുടെ വ്യത്യാസം 18.28% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. എഗെയിൻ സഫീഷ്യൻറ്റ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്. മാത്രമല്ല സെയിൽ നോക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഡിസയർ എന്ന് പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒരു ഗെയിം ചേഞ്ചിങ് വണ്ടി കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല മൈലേജ് ഉണ്ട്, പവർ പിന്നെ ഈ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് അങ്ങനെ വലിയ റിക്വയർമെൻ്റ് ഇല്ല. അതുകൊണ്ട് 3 സിലിണ്ടർ ആയതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നമായ സേഫ്റ്റിയും അവർ ഇമ്പ്രൂവ് ചെയ്തു, 5-സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ വണ്ടി കണ്ണും പൂട്ടി വാങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വാഗണറാണ്. ഇതിന് കഴിഞ്ഞ മാസം 17,303 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. പക്ഷേ 2023 ഡിസംബറിൽ ജസ്റ്റ് 8,578 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ കഴിഞ്ഞ വർഷം വളരെ കുറവായിരുന്നു സെയിൽ. 8,725 വാഹനങ്ങളുടെ വ്യത്യാസവും 101.71% ഗ്രോത്ത് റേറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു വളരെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സോ തീർച്ചയായും ഈ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന ഒരു വണ്ടിയും നമ്മുടെ വാഗണാർ തന്നെയാണ്. പൊതുവേ വാഗണാറും ബലേനോ ഒക്കെ നമ്പർ 1 വണ്ടികളാവാറുള്ളത് നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഈ മാസം എന്തായാലും അതല്ല എന്ന് മനസ്സിലായി കാണും. സോ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ബ്രസയാണ്. എഗെയിൻ വളരെ സർപ്രൈസിങ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ബ്രസ അങ്ങനെ പൊതുവേ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ആവാത്തൊരു വണ്ടി ആയിരുന്നു. എന്തായാലും കഴിഞ്ഞ മാസം ആയിട്ടുണ്ട്. 17,336 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം ബ്രസയ്ക്ക് ലഭിച്ചത്. 2023 ഡിസംബറിൽ 12,844 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ 4,492 വാഹനങ്ങളുടെ വ്യത്യാസവും 34.97% ഗ്രോത്ത് റേറ്റും ഉണ്ട്. എഗെയിൻ നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം ബ്രസ. സോ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിക്ക് ഏതെങ്കിലും നല്ല ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക, എല്ലാം നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.